ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എൽഎൻ അക്കാഡമി. നിങ്ങളുടെ ഡിഗ്രിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടാണ് നോക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾക്ക് അവിടെ പോകാൻ പറ്റും, ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന് നിങ്ങൾക്ക് വേണ്ടത് CUET UG സ്കോർ കാർഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ സ്കോറിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാർക്ക് കുറച്ച് കുറവാണ്, അതുകൊണ്ട് എനിക്ക് കൊടുത്താൽ കിട്ടുമോ എന്ന് ടെസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് പോകാൻ പറ്റുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ തന്നെ ടയർ 2 ആയിട്ട് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സയൻസ് സബ്ജക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. അതല്ലാതെ BCom BBA പോലത്തെ കോഴ്സുകൾ, പിന്നെ ലാംഗ്വേജസ് ഒക്കെ എക്കണോമിക്സ്, പിന്നെ ഹിസ്റ്ററി, ഇംഗ്ലീഷ്, തമിഴ് അങ്ങനത്തെ കോഴ്സുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഓൾ ഓവർ ആയിട്ട് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് അഡ്മിഷൻ ക്ലിക്ക് ചെയ്ത് UG ഹോണേഴ്സ് റിസർച്ച് പ്രോഗ്രാം 4 ഇയർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വിൻഡോ ആണ് കാണാൻ പറ്റുക. ഇവിടെ ഒരുപാട് ലിങ്ക്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്നുള്ളത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് വന്ന് ഇവിടെ അഡ്മിഷൻ 2026-27 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ CUET UG 2026 എക്സാം എഴുതണം എന്നവർ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഓൾറെഡി എക്സാം എഴുതി സ്കോർ കാർഡ് കിട്ടിയ ആളുകളാണ്. ഇനി ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെ പ്രോഗ്രാംസിലേക്കാണ് അഡ്മിഷൻ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫേർഡ് ബൈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് ആൻഡ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ടെക്സ്റ്റൈൽ മാനേജ്മെന്റ് കോയമ്പത്തൂർ. ഇവിടേക്ക് 2 സ്ഥലങ്ങളിലേക്കും അഡ്മിഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഈ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് കുറച്ച് കാര്യം കൂടെ നോക്കാൻ പോവാണ്. ഇനി എന്ന് വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14/7/2026 ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 24/7/2026 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക, അല്ലേ? അപ്പോൾ കറക്റ്റ് 10 ഡേയ്സ് ആയിരിക്കും നമ്മുടെ അഡ്മിഷൻ പോർട്ടൽ ഓൺ ആയിട്ട് ഇരിക്കുക. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുടെ CUET സ്കോർ കാർഡിൽ എങ്ങനെയാണ് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, റോൾ നമ്പർ, ഇമെയിൽ ID അങ്ങനത്തെ കൊടുത്തിട്ടുള്ളത് അത് അതേപോലെ തന്നെ കൊടുക്കണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഇനി അതല്ലാതെ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അണ്ടർടേക്കിംഗ് ആയിട്ട് ഹാൻഡ് റിട്ടൺ ഫോമിൽ സ്കാൻ ചെയ്തിട്ട് അയക്കാൻ പറ്റുമെന്ന് അവർ പറയുന്നുണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നത് പ്യുവർലി ഓൺലൈൻ ആണ്. ഓൺലൈനിൽ ആപ്ലിക്കേഷന് വേണ്ടി അവരൊരു ആപ്ലിക്കേഷൻ ഫീസ് വാങ്ങുന്നുണ്ട്, നോൺ റീഫണ്ടബിൾ ആണ്. ഇനി കാറ്റഗറി വൈസ് നോക്കുന്ന സമയത്ത് ജനറൽ, OBC, NCL, EWS കാറ്റഗറി വരുമ്പം 250 റുപ്പീസ് ആണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. SC/ST കാറ്റഗറി ആകുമ്പോൾ 150 റുപ്പീസ് ആണ്. PWD അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആകുന്ന സമയത്ത് അവർക്ക് ഫീസ് പറയുന്നില്ല. ഓക്കെ, അപ്പം ഫീസ് അതേപോലെ ഡേറ്റ് എന്നിവരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിന് നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതായത് ഏതൊക്കെ കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആ കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 എങ്ങനെ എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണമെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു PDF കാണിക്കുന്ന സമയത്ത് കുട്ടികൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങളൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കോഴ്സുകൾ ആക്ച്വലി ഏതൊക്കെയാണ്, അതോടൊപ്പം നിങ്ങൾ അവർ ഇവിടെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ നിങ്ങൾക്കുണ്ടോ, CUET എക്സാമിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ എലിജിബിലിറ്റിയും കൂടെ നോക്കണം. ആൻഡ് എലിജിബിലിറ്റി ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാംസിനും സെയിം ആയിട്ടാണ് കാണിക്കുന്നത്. 4 ഇയർ BSc പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 4 ഇയർ പ്രോഗ്രാംസിൽ നമുക്ക് സയൻസുകാർക്ക് പോകാൻ പറ്റുന്ന കെമിസ്ട്രി, ബയോടെക്നോളജി, മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇനി നമ്മൾ ഓരോന്ന് നോക്കുന്ന സമയത്ത് കെമിസ്ട്രി എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ PCM അല്ലെങ്കിൽ PCB കോമ്പിനേഷൻ ആണ് ആക്ച്വലി അവർ ചോദിക്കുന്നത്. ഓക്കെ, ഈ ഒരു പേപ്പേഴ്സ് ആക്ച്വലി നിങ്ങളുടെ CUET UG നിങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിന്റെ സ്കോറാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം പറയുന്നത്, നിങ്ങൾ +2 പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പാസ് എന്ന് പറയുമ്പം ജനറൽ കാറ്റഗറി ആകുന്ന സമയത്ത് നിങ്ങൾക്ക് 60% മാർക്ക് വേണം. ഇനി 55% ആണ് OBC, NCL അല്ലെങ്കിൽ EWS എന്ന് പറയുമ്പോൾ എക്കണോമിക്കലി വീക്കെൻഡ് സെഷൻസ്. ഇനി 50% ആണ് നമ്മുടെ SC/ST PWD കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് അവർ പറയുന്നത്. അതാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബയോടെക്നോളജി ഉണ്ട്, അവിടെ നമ്മളോട് പറയുന്നത് ബയോളജി ആൻഡ് കെമിസ്ട്രി ആണ്. മാത്സും ഫിസിക്സ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ്. ഇനി എക്കണോമിക്സ് BA എക്കണോമിക്സ് നോക്കുന്ന സമയത്ത് എക്കണോമിക്സും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമാണ് അവർ ചോദിക്കുന്നത്. മ്യൂസിക് വരുന്നുണ്ട്, ജിയോളജി വരുന്നുണ്ട്, ഹിസ്റ്ററിയിൽ ഇതേപോലെ തന്നെ അവിടെ നമ്മളോട് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഹിസ്റ്ററിയും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. ഇനി എപ്പിഡമോളജി ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റി ഉണ്ട്. സ്റ്റാറ്റിയിൽ മാത്സ് ആണ് നമ്മളോട് മെയിനായിട്ട് ചോദിക്കുന്നത്.
കൊമേഴ്സ് ഇതൊരു നല്ല കിട്ടലാണ്. കൊമേഴ്സ് സബ്ജക്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇപ്പം നല്ല ഒരു മാർക്ക് നിങ്ങൾക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് എന്തായാലും ഒരു സീറ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി മൈക്രോബയോളജിയിൽ ബയോളജി ആൻഡ് കെമിസ്ട്രി കോമ്പിനേഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. ഇനി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഓർ കെമിസ്ട്രി ആണ് ഓപ്ഷൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ ജോഗ്രഫി ഉണ്ട്, അപ്ലൈഡ് സൈക്കോളജി നോക്കിയേ, ഇവിടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രം മതി. ഇനി ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമാണ്. മാസ് കമ്മ്യൂണിക്കേഷനും അതേപോലെ ആ ഒരു സബ്ജക്റ്റും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് വേണ്ടത്. മാനേജ്മെന്റിൽ നമുക്ക് അതായത് BBA പ്രോഗ്രാം വരുന്നുണ്ട്, അതിൽ നമുക്ക് ബിസിനസ് സ്റ്റഡീസ് ആണ് വേണ്ടത്. അതിന് കൂടെ നിങ്ങൾക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കൂടെ അവർ പറയുന്നുണ്ട്. ഓക്കെ, BBA ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ അതേപോലെ തന്നെ വരുന്നുണ്ട്. സോഷ്യൽ വർക്ക് ആകുന്ന സമയത്ത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രം മതി. തമിഴ് ആ സബ്ജക്റ്റ്. ഇനി ടെക്സ്റ്റൈൽ ആൻഡ് ഫാഷൻ, ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ്, ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈൻസ്, ഇതിനൊക്കെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രം മതിയാവും. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് അവർ അവിടെ കൊടുക്കുന്നത്. ഇവിടെ നിങ്ങളുടെ എലിജിബിലിറ്റി കൂടെ നിങ്ങൾ നോക്കുക. അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ നോക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആക്ച്വലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഇവിടെ പറഞ്ഞ ഈ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഫോട്ടോ അവർ ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ മാർക്ക് ഷീറ്റ് 10th-ന്റെയും +2-ന്റെയും അവർ ചോദിക്കും. പിന്നെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ TC കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. SC ST OBC NCL കാറ്റഗറി ഒക്കെയാണ് മെയിൻലി പറയുന്നത്. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, ഇഷ്യൂ ചെയ്തിട്ടുള്ളത് കോമ്പറ്റന്റ് അതോറിറ്റി അല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇനി നിങ്ങളൊരു സിംഗിൾ ഗേൾ ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഫിഡവിറ്റ് എടുക്കാൻ പറ്റും. 100 rupees സ്റ്റാമ്പ് പേപ്പറിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. PWD കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെക്കാം. ഇനി അതല്ലാതെ പറയുന്നത് നിങ്ങൾ വാർഡ് ഓഫ് ഡിഫൻസ് കാറ്റഗറി ആണെങ്കിൽ അതായത് ആ ഒരു പ്രൂഫ് ഓഫ് സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത്. ഇനി അണ്ടർടേക്കിംഗ് ഫോംസ് ഇൻ ദ കേസ് ഓഫ് നോൺ സബ്മിഷൻ ഓഫ് എനി റിക്വയർഡ് സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ്സ് പ്ലീസ് അപ്ലോഡ് സ്കാൻഡ് ഹാൻഡ് റിട്ടൺ അണ്ടർടേക്കിംഗ് ഓൺ പ്ലെയിൻ പേപ്പർ. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഈ ഒരു ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള അണ്ടർടേക്കിങ്സ് എടുക്കാനായിട്ട് പറ്റുമെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മറ്റൊരു കാര്യമാണ്, അതായത് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ സമർത്ഥ് പോർട്ടൽ ത്രൂ ആണ്. ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിക്കാം. ഇനി ഞാൻ കാണിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അത് പിന്നെ ആ ഒരു സ്ലൈഡ്സ് ജമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഡറിലായിരിക്കും നിൽക്കുക, അല്ലെങ്കിൽ ഷഫിളായിരിക്കും. സോ നിങ്ങൾക്ക് പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു PDF വന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു സൈറ്റ്. സോ നമ്മൾ സമർത്ഥ് പോർട്ടൽ എടുക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ്. നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഡയറക്റ്റ് ആയിട്ട് അത് നോക്കുന്നില്ല, അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പം ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തു, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എങ്ങനെയാണോ സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നത് അതേപോലെ കൊടുത്തു. റോൾ നമ്പർ, നിങ്ങളുടെ ഫുൾ നെയിം, ഇനി അവിടെ ഇനീഷ്യലൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് അതേപോലെ കൊടുക്കുക കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, നിങ്ങളുടെ കൺസെന്റ് കൊടുത്ത് നിങ്ങൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് അവിടെ ക്യാപ്ച വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെരിഫിക്കേഷനായിട്ട് ഒരു OTP നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിലേക്ക് വരും. ആ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ നെയിം @123 അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, എൻ്റർ ദ പാസ്വേഡ് പറയുന്നുണ്ട്, അത് നിങ്ങൾ പാസ്വേഡ് രണ്ടാമത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത് ക്യാപ്ച കൊടുത്ത് OTP വെരിഫൈ ചെയ്യാം. സോ നമ്മളിപ്പം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ലോഗിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൊടുക്കുന്നു, പാസ്വേഡ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത് ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആപ്ലിക്കേഷൻ പിന്നെ വെരിഫിക്കേഷന് വേണ്ടി ക്യാപ്ച വെരിഫൈ ചെയ്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ നേരെ പോകുന്നത് നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ പ്രൊഫൈൽ സ്റ്റാറ്റസ് ആക്ച്വലി ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ പേര്, അതേപോലെ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ, രജിസ്റ്റേർഡ് ഇമെയിൽ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. സോ അതൊക്കെ ജസ്റ്റ് നോക്കുക. അതല്ലാതെ നിങ്ങൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്നാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റ് അവർ ചോദിക്കുന്നുണ്ട്, നമ്പർ ചോദിക്കുന്നുണ്ട്, അതൊക്കെ കറക്റ്റ് ആ ഒരു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നോക്കിയിട്ട് കൊടുക്കാം.
ഓക്കെ. പിന്നെ ആൾട്ടർനേറ്റ് ഇമെയിൽ അതേപോലെ മൊബൈൽ നമ്പർ ഒക്കെ കൊടുക്കാൻ പറ്റും. ബ്ലഡ് ഗ്രൂപ്പ് സാധനങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ, യെസ്. റിലീജിയൻ ഏതാണ് അത് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത്, അതായത് കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, വില്ലേജ് ഇതൊക്കെ കറക്റ്റ് നോക്കി കൊടുക്കാം. ഫാമിലി ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഫാമിലി ഡീറ്റെയിൽസ് നോക്കി കൊടുത്തു. നമ്മൾ പാരന്റിന്റെ, അതായത് ഉപ്പയുടെയും അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞു. അപ്പം ഇത് ചോദിക്കില്ല, മദേഴ്സ് നെയിം ഇൻ ഹിന്ദി അവർ ചോദിക്കില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റെഡ് മാർക്കുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ എൻ്റർ ചെയ്തിട്ട് കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലാത്തതാണ്. സോ എമർജൻസി കോൺടാക്ട് നമ്പർ, കമ്പൈൻഡ് ഫാമിലി ഇൻകം കൊടുക്കുന്നു. ഇനി അതർ കാറ്റഗറി ആയിട്ട് അവർ നമ്മളോട് ഇപ്പം നിങ്ങൾ കാശ്മീരി മൈഗ്രൻ്റ് ആണോ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കാം. നിങ്ങൾ സിംഗിൾ ഗേൾ ചൈൽഡ് ആണോ എന്ന് ചോദിക്കും. സോ നോട്ട് ആപ്ലിക്കബിൾ ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കാൻ പറ്റും. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി ചിൽഡ്രൻസ് ഓഫ് വിഡോസ് ഓഫ് ആംഡ് ഫോഴ്സ് പേഴ്സൺ ആണെങ്കിൽ അത് യെസ് അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാൻ പറ്റും. ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങളുടേതോ നിങ്ങളുടെ പാരൻസിൻ്റെതോ ഇവിടെ അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ കൊടുക്കാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ബാങ്ക് പേര്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഹോൾഡറുടെ പേര്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കാം. ഓക്കെ. ഇനി അഡ്രസ്സാണ്. നിങ്ങളുടെ കറസ്പോണ്ടൻസ് അഡ്രസ്സ് കറക്റ്റായിട്ട് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അഡ്രസ്സ്, നിങ്ങളുടെ വീട്ടു പേരും ഏതാണ് പോസ്റ്റ്, കൺട്രി ഏതാണ്, സ്റ്റേറ്റ് ഏതാണ്, ഡിസ്ട്രിക്ട്, സിറ്റി, പിൻകോഡ് കൊടുത്തു. ഇത് തന്നെയാണ് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് പ്രിവ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ സേവ് ആയിട്ടുണ്ട്. സോ നിങ്ങളിതൊക്കെ ഒന്നുകൂടി വായിച്ചു നോക്കുന്നു. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ ആണ്, ഇനി കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊസീഡ് ടു നെക്സ്റ്റ് അടിക്കും. ഇനി എന്തെങ്കിലും അപ്ഡേഷൻ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ പ്രൊസീഡ് ടു നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് അതർ ഇൻഫോർമേഷൻസ് ആണ് ചോദിക്കുന്നത്. ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി അറ്റൻഷൻ ആവശ്യമുള്ള ആളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അപ്പാർ ഐ ഡി ഉണ്ടെങ്കിൽ, അതായത് ABC ID ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കും. പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ലാംഗ്വേജസ് ഒക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും. സേവ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ ഇത് കാണാം നിങ്ങൾ കൊടുത്ത കാര്യങ്ങൾ. ഇനി അപ്ലോഡ് സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മളോട് ഫോട്ടോ ചോദിക്കുന്നുണ്ട്. സിഗ്നേച്ചർ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ OBC അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ കൊടുത്ത കാറ്റഗറി ആ സർട്ടിഫിക്കറ്റ് ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് CUETയുടെ സ്കോർ കാർഡ്, CUETയുടെ അഡ്മിറ്റ് കാർഡ്, പിന്നെ നമ്മുടെ ആ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ TC ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫോർമാറ്റ് കിടക്കുന്നത് JPEG, JPG, PDF ഒക്കെയാണ് അവർ ചോദിക്കുന്നത്. ആ ഒരു ഫോർമാറ്റിലല്ലേ അത് ചെക്ക് ചെയ്യുക. പിന്നെ ആ ഒരു സൈസ് 10 KB to 500 KB ആണ്. ഈ ഒരു സൈസിലല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിളിൽ തന്നെ പോയിട്ട് ആ ഒരു സൈസിലേക്ക് കംപ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പം നിങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ച കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുക്കാം. ഇനി ഇതൊക്കെ കഴിഞ്ഞു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊസീഡ് ടു നെക്സ്റ്റ് കൊടുക്കാം. പ്രൊസീഡ് ടു നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഇപ്പം ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ കാണാൻ പറ്റും. ആ ഒരു പ്രിവ്യൂവിൽ നിങ്ങൾ കറക്റ്റ് ആണ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഏതാണ് കോഴ്സ് അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് സോഷ്യോളജി അല്ലെങ്കിൽ ഇവിടെ സോഷ്യോളജി ഇല്ല, ഹിസ്റ്ററി കൊടുക്കുന്നു. ഇനി അതെവിടെയാണ് നെക്സ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു സബ്ജക്റ്റ് ഓൾറെഡി ചൂസ് ചെയ്തു. ഓക്കെ. ആ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പം ഇവിടെ നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇപ്പം ഒരു 55% മാർക്ക് വരുന്നില്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. ഇനി നമ്മളോട് 10th ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ ഏത് ഇയറിലാണ് പാസ് ഔട്ട് ആയിട്ടുള്ളത്, എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് പഠിച്ചിറങ്ങിയിട്ടുള്ളത്, ഏത് ബോർഡായിരുന്നു, സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ +2ൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾ എന്ത് ചെയ്യാണ്, എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ ഇയറിൽ പാസ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ 2026 നിങ്ങൾ പാസ് ഔട്ട് ആയിട്ടുള്ളത് എന്ന് കൊടുക്കാം. ഇനി എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട്, അതേപോലെ സ്കൂളിൻ്റെ പേര്, നിങ്ങളുടെ ബോർഡ് ഏതാണ് വരുന്നത്, സബ്ജക്റ്റ് കോമ്പിനേഷൻ ഏതാണ്, ഡിവിഷൻ ഫസ്റ്റ് ക്ലാസ് ആണോ ഡിസ്റ്റിങ്ഷൻ ആണോ എന്നുള്ളത് കൊടുക്കാൻ പറ്റും. ഇനി മാത്സ് പഠിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ എഗെയിൻ പറയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഓൾമോസ്റ്റ് ഈ ഒരു സെയിം സമർത്ഥ് പോർട്ടൽ ത്രൂ ആയതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചിലപ്പം എക്സ്ട്രാ കാണും, ചിലപ്പം നിങ്ങൾ അത്ര ഡിലീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. സോ നിങ്ങൾ അങ്ങനെ വെറീഡ് ആവേണ്ടതില്ല. എന്താണോ അവർ ചോദിക്കുന്നത് അത് കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ. അങ്ങനെ നമ്മൾ പ്രിവ്യൂ ചെയ്തിട്ട് എഗെയിൻ നമ്മളോട് ചോദിക്കുന്ന മറ്റ് 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ 10th മാർക്ക് ഷീറ്റും +2 മാർക്ക് ഷീറ്റും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് രണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ CUET UG സ്കോർ കാർഡ് കാണാൻ
കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്കാണ്, അല്ലെങ്കിൽ പിന്നെ എത്ര മാർക്ക് ഒബ്റ്റെയിൻഡ് ആയിട്ടുള്ളത്, എത്ര ടോട്ടൽ ആയിരുന്നു, ഏതൊക്കെ സബ്ജക്ട്സ് നിങ്ങൾ എഴുതി എന്നുള്ളത് കാണാൻ പറ്റും. അതൊക്കെ നോക്കി ഓക്കെയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതായത് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ഓൾറെഡി ഒരു പ്രോഗ്രാം ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ്. അപ്പം ഞാനിങ്ങനെ ചെക്ക് ചെയ്ത് വന്നിട്ട് അവസാനം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിക്ലറേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മൂവ് ചെയ്യുന്നത് ട്രാൻസാക്ഷനിലേക്കാണ്. അപ്പോൾ ട്രാൻസാക്ഷനിലേക്ക് എത്തുന്ന സമയത്ത് അവർ ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്, ലൈക്ക് നിങ്ങളുടെ പേര് ഇതല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ തന്നിട്ടുള്ള അല്ലേ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബോക്സുകളൊക്കെ ചെക്ക് ബോക്സ് ആണ്, അത് ക്ലിക്ക് ചെയ്ത് പോവുക. അങ്ങനെ ടിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെന്റ് കൊടുക്കാൻ പറ്റും. പേയ്മെന്റ് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ UPI ഏത് വേണേൽ നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് ആ ഒരു ഫോം പ്രിന്റ് എടുത്ത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്ക് PC യിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ പിന്നീടായിരിക്കും ഉണ്ടാവുക. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിൻ്റെ സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സോ നിങ്ങൾക്ക് പിന്നീട് ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടുകയും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഒരു പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കണം എന്നുള്ളത്. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിച്ചാലും മതി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളത് ഡീൽ ചെയ്ത് തരും. ഓക്കെ, so that's all about. So thank you for watching. Thank you.